മനസ്സിനെ തിരികെ വയലോരം വീട്ടിലേക്ക് കയറ്റില്ലെന്ന് ബാലൻ. എങ്ങനെ തോന്നുന്നു നിനക്ക് ഇതൊക്കെ പറയാൻ? അളമുട്ടിയ ചേരയും കടിക്കും നമ്മ കേട്ടിട്ടില്ലേ? മനസ്സിനെയും കുട്ടിമണിയെയും സീത കൂട്ടിക്കൊണ്ടു പോകുന്നു. നോക്കി വരണേ. മനസ്സിജനും സീതയടത്തേക്കും അവരുടെ കുഞ്ഞിനെയും വളർത്തി സുഖമായിട്ട് ബാലനെയും ശാരദയും തെറ്റിദ്ധരിപ്പിക്കാൻ മതികലിയുടെ ശ്രമം. അവിടെ എന്ത് സംഭവിക്കാൻ? എന്റെ അമ്മ ഇത്ര ശുദ്ധഗതിക്കാരിയായി പോയല്ലോ. കുട്ടിമണിയല്ലേ ഇപ്പൊ അവരുടെ ഇടയിലെ കരട്. മതികലയും രവിയും സീതയുടെ വീട്ടിലെത്തുന്നു. അങ്ങേരിപ്പോ വഴി തെറ്റിക്കുന്നത് അവരാ, ആ വക്കീലേട്ടത്തി. ആ ജന്തുബാല. പക്ഷേ ഇന്ദുവിന് കുട്ടിമണിയോട് വൈരാഗ്യമെന്ന് മതികല ശാരദയെ തെറ്റിദ്ധരിപ്പിക്കുന്നു. ബാലേട്ടനെക്കാളും കൂടുതൽ വൈരാഗ്യം ഇപ്പൊ ഇന്ദുവേടത്തിക്ക കുട്ടിമണിയോട്. കുട്ടിമണിയെ കാണാൻ ശാരദ സീതയുടെ വീട്ടിൽ പോകണമെന്ന് മതികല നിർബന്ധിക്കുന്നു. കൊള്ളാം. ഇങ്ങനെ കറക്കി നുറുക്കിയാലേ അവിയല് കഷ്ണത്തിനൊപ്പം ഇന്ദുവേടത്തിയുടെ വിരലും കൂടെ കിടക്കും. മനസ്സിവിടൊന്നും അല്ലല്ലേ? ഇന്ദുവേടത്തിയുടെ മനസ്സിന്റെ ആദിയും ആകുലതകളും ഒക്കെ എനിക്കറിയാം. ഇങ്ങനൊരു മണ്ടൻ കല്യാണം വേണ്ടായിരുന്നു എന്നല്ലേ ഇന്ദുവേടത്തി ഇപ്പൊ ചിന്തിക്കുന്നത്? ചുമ്മാ ആവശ്യമില്ലാത്തൊന്നും പറയല്ലേ. ഓ, ഇന്ദുവേടത്തി എന്നോട് ദേഷ്യപ്പെടുമൊന്നും വേണ്ട, ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. ഇന്ദുവേടത്തിയോട് എനിക്ക് സ്നേഹവും സഹതാപവും ഒക്കെ ഉള്ളൂ. ആവശ്യമില്ലാത്തൊരു കെണിയിൽ ഇന്ദുവേടത്തി വന്ന് പെട്ടല്ലോ എന്നുള്ളൊരു സങ്കടമേ എനിക്കുള്ളൂ. ഞാൻ ദേഷ്യപ്പെട്ടതൊന്നും അല്ല കല പറഞ്ഞ പോലെ ചന്ദ്രേട്ടന്റെ ഭാര്യയായി വരേണ്ടിയിരുന്നില്ല എന്നുള്ള തോന്നലൊന്നും എനിക്കില്ല. കുട്ടിക്കാലത്തെ എനിക്കറിയാമായിരുന്ന ഒരാള്, നല്ലവനെന്നും നന്മയുള്ളവനെന്നും മനസ്സിൽ തോന്നിയ ഒരാള്. ആ ഒരാൾ ഒരു തുണയില്ലാതെ മുങ്ങിത്താഴുന്നത് കണ്ടപ്പോ കച്ചിത്തുരുമ്പ് പോലെ എന്റെ കൈ നീട്ടിക്കൊടുത്തു. അത്രയുള്ളൂ. അതിനു പിന്നിൽ സഹാനുഭൂതി മാത്രമായിരുന്നില്ല, സ്നേഹവും ഉണ്ടായിരുന്നു. ഒടുക്ക എന്തായി ഇന്ദുവേടത്തി? ആ നിലയില്ല കയത്തിലേക്ക് ഇന്ദുവേടത്തിയെ കൂടി വലിച്ചിട്ടില്ലേ? നോക്കിക്കോ, ഈ കയത്തിൽ മുങ്ങിച്ചാവാൻ പോകുന്നത് ഇന്ദുവേടത്തി മാത്രമായിരിക്കും. ബാക്കിയുള്ളവരെല്ലാം നീന്തി കരപറ്റും. എന്റെ മുത്തശ്ശനതറിഞ്ഞാൽ എന്താവും? ചിലപ്പോ എന്നെ വന്ന് വിളിച്ചോണ്ട് പോവാനും മടിക്കില്ല. കാഴ്ചയിൽ പാവമാണെങ്കിലും വലിയ ദേഷ്യക്കാരനാ മുത്തശ്ശൻ. ഇന്ദുവേടത്തി ഇവിടുന്ന് പോവാനോ? അതിന് ഈ മതികളെ വിട്ടിട്ട് വേണ്ടേ? ഇന്ദുവേടത്തി അങ്ങനെ പോവേണ്ട ആളൊന്നും അല്ല. നനഞ്ഞ പഴന്തുണി പോലെ ഇരുന്ന ബാലേട്ടനെ ആരുടെ മുഖത്തു നോക്കി നല്ല 4 വർത്താനം പറയാൻ തക്ക ധൈര്യമുള്ള ഒരു പുരുഷനാക്കി മാറ്റിയതേ ഇന്ദുവേടത്തിയാ. ഇന്ദുവേടത്തിയുടെ സ്വത്തും പണവും പിന്നെ വക്കീൽ എന്നുള്ള പദവി നൽകുന്ന ധൈര്യത്തില ബാലേട്ടന്റെ ഇപ്പോഴത്തെ നിൽപ്പ്. ഇന്ദുവേടത്തി ഈ വീടിന്റെ പടി ഇറങ്ങുന്ന പക്ഷം സീതയെടുത്ത് ഈ വീട്ടിൽ കയറിപ്പറ്റും. പിന്നെ ഇവിടുത്തെ അമ്മ നിലവിളക്കും കൊടുത്ത് അവരെ ആരതി ഒഴിഞ്ഞ് സ്വീകരിക്കുകയും ചെയ്യും. അമ്മ അങ്ങനെ ചെയ്യുവോ കലേ? ചെയ്യൂന്നോ? സീതയ്ക്ക് വേണ്ടി അവരെന്തും ചെയ്യും. സീതയെടുത്ത് നേരത്തെ ഒന്ന് കല്യാണം കഴിച്ചതാണെന്നുള്ള മഹാസത്യം സ്വന്തം മകനിൽ നിന്ന് പോലും മറച്ചു വെച്ചവരവര്. ലോകത്ത് ഏതെങ്കിലും ഒരമ്മ ചെയ്യൂ അത്? അത് പോട്ടെ, സ്വന്തം ഭർത്താവിന്റെ മരണരഹസ്യം ആൺമക്കളോടും സമൂഹത്തോടും മറച്ചു വെച്ചവരവര്. അവിടെയും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു ഇന്ദുവേടത്തി. ആ വലിയ രഹസ്യവും സീതയെടുത്തേക്കറിയായിരുന്നു. അത് നേരെ. നേരിന്റെ കഥകള് ഇനിയും ഒരുപാടുണ്ട് ഇന്ദുവേടത്തി. സീതയെടുത്തി നേരത്തെ ഒന്ന് കല്യാണം കഴിച്ചതാണെന്നുള്ള രഹസ്യം തെളിവ് സഹിതം ബാലേട്ടന്റെ അമ്മയോട് ഞാനാ പറഞ്ഞത്. മനസ്സിജനോ അവരും തമ്മിലുള്ള ബന്ധം ഒന്ന് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞായിരുന്നു. രണ്ടും അമ്മ മൈൻഡ് ചെയ്തില്ല. മനസ്സിജനും സീതയും തമ്മിലുള്ള ബന്ധം പിടിച്ച ബുദ്ധിയില്ലാത്ത മകൾക്ക് ഭർത്താവില്ലാതായി പോവെന്നുള്ള ഭീതിയായിരുന്നു അവർക്ക്.
ബാലേട്ട് അമ്മയെയും വിശ്വസിച്ചു, ഭാര്യയെയും വിശ്വസിച്ചു, മനസ്സജനെയും വിശ്വസിച്ച് വെറും കഴുതയായി. ഇല്ല, ചന്ദ്രേട്ടനെ ഇനി ആരും അങ്ങ് കഴുതയാക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. സമ്മതിക്കരുത്. പുറമേ കാണുന്ന പോലൊന്നും അല്ല ഇന്ദുവെടുത്തി ഇവിടെ ആരുടെ മനസ്സ്. കറുത്തിരുണ്ട് കിടക്കുന്ന കടലിന്റെ അടുത്തിട്ട് വരെ നമുക്ക് കണ്ടുപിടിക്കാം. പക്ഷെ ഒരു മനുഷ്യന്റെയും ഉള്ളു കണ്ടുപിടിക്കാൻ പറ്റത്തില്ലെന്ന് കേട്ടിട്ടില്ലേ? സീതയെ ഇവിടെ കൊണ്ടുവന്ന് നിർത്താനാ അമ്മയുടെ പരിപാടി. ഗർഭിണിയല്ലയോ ഗർഭിണിയല്ലയോ എന്ന് പദം പറയുന്നത് ഞാൻ കേട്ടായിരുന്നു. പിന്നെ എന്നെയും രവിയേട്ടനെയും ഉന്തിത്തള്ളി സീതയുടെ വീട്ടിലേക്ക് വിട്ടതും അമ്മ തന്നെ. പിന്നല്ലാതെ അല്ലാതെ ഞങ്ങൾക്കെന്താ അവിടെ പോകാനുള്ള ചിന്നിക്കുത്ത്? അവിടെ വെച്ച് മഹാമഹതിയായ സീതയെടുത്തി ഒരു വെല്ലുവിളി നടത്തിയിട്ടുണ്ട് കേട്ടോ. എന്ത്? അല്ല, ഇന്ദുവെടുത്തി അത് കാര്യമൊക്കൊന്നും വേണ്ട. കല കാര്യം പറയും. ഇന്നേക്ക് 30 ദിവസം തികയുന്നതിനു മുമ്പ് വയലൂരം വീട്ടിലെ ബാലചന്ദ്രൻ മാപ്പ് പറഞ്ഞവരുടെ കാൽക്കൽ വരുമെന്നും അവരെ കൂട്ടിക്കൊണ്ടുപോകുന്നു. ചന്ദ്രേട്ടൻ എന്തിനാ അവരോട് മാപ്പ് പറയണം? തെറ്റ് ചെയ്തത് അവരല്ലേ? ആ, പിന്നെ ചന്ദ്രേട്ടൻ കൂട്ടിക്കൊണ്ടുവരാൻ പോവല്ലേ? അത് അവളുടെ മോഹം മാത്രം. കൂട്ടിക്കൊണ്ടുവരില്ല എന്നുള്ളത് നമ്മുടെ വിശ്വാസം മാത്രമാണ്. പക്ഷേ എന്തും സംഭവിക്കാം. വയറ്റി കിടക്കുന്ന കുഞ്ഞിനെ മുൻനിർത്തിയ സീതയുടെ കളി. സീത എന്ത് കളിയെടുത്താലും അതിനെ എല്ലാം ഒടിക്കാൻ ഈ ഇന്ദുവിനറിയാം. അങ്ങനെ അങ്ങ് ഉറപ്പിക്കാൻ വരട്ടെ ഇന്ദുവെടുത്തി. സീതയെടുത്തി നിയമപരമായി നീങ്ങിയാൽ, നിയമം പഠിച്ച ആളല്ലേ ഇന്ദുവെടുത്തി, ഒന്ന് ചിന്തിച്ചു നോക്കിയേ. പോലീസ് സപ്പോർട്ടോടു കൂടി സീതയെടുത്തി ഈ വീട്ടിൽ താമസിക്കാൻ വരും. ഇന്ദുവേടത്തിക്ക് ഒരു പേയിങ് ഗസ്റ്റിന്റെ സ്ഥാനം പോലും കിട്ടത്തില്ല. അങ്ങനെ സംഭവിക്കുമോ കലേ? സംഭവിക്കാതെ ഇന്ദുവേടത്തി നോക്കണം. കണ്ണും കാതും തുറന്നിരിക്കണം. ബാലേട്ടനെയും അമ്മയും ആരെയും കണ്ണുപൂട്ടി വിശ്വസിക്കരുത്. പണ്ടൊരു കഥ കേട്ടിട്ടുണ്ടോ ഇന്ദുവെടുത്തി? ഒരു മുറിയിൽ അടച്ചിടപ്പെട്ട സ്ത്രീകൾക്ക് നടുവിലേക്ക് ഒരു കത്തിയിട്ട് കൊടുത്ത കഥ. ആരെങ്കിലും ഉറങ്ങുമ്പോ മറ്റേ ആൾക്ക് കത്തി കൊണ്ട് എതിരാളിയെ കൊന്ന് രക്ഷപ്പെടാം. രണ്ടുപേരും ഉറങ്ങാതെ ഒരു പോള കണ്ണടയ്ക്കാതെ കത്തിയിലേക്ക് നോക്കി കണ്ണു മിഴിച്ചിരുന്ന കഥ. ആ കഥയിലെ ഒരു സ്ത്രീയാണിപ്പോ ഇന്ദുവെടുത്തി. ഉറങ്ങരുത്, കണ്ണിമ ചിമ്മുക പോലും അരുത്. സൂക്ഷിക്കണം ഒരുപാട്. കരയ്ക്ക് നുറുക്കുമ്പോ കത്തി പാളിയ കൈയെ മുറിയും. പക്ഷെ ഇവിടൊന്നു പാളിയ കരള് മുറിയും. ഒരിക്കലും ഉണങ്ങാത്ത വിധം. എടിയെ കുഞ്ഞുമണിയേ, വക്കാലി പെണ്ണേ, ദേ പിന്നുണ്ടല്ലോ കുഞ്ഞിന്റെ അച്ഛൻ ഇപ്പൊ വരുവേ. എനിച്ചേ അല്ല നമ്മച്ചേ ചിക്കൻ ബിരിയാണി കൊണ്ടുവരാന്ന് പറഞ്ഞാ നിന്റെ അച്ഛൻ പോയിച്ചെന്നറിയോ? എനിച്ചേ നിന്റെ അമ്മച്ചേ ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണമാണ് ബിരിയാണി, അറിയാവോ? എന്നെ നിനക്ക് ഇഷ്ടല്ലേ? വിശക്കുന്നോടാ. നിന്റെ അമ്മയെ ഒരു പാട്ട് പാടി തരാവേ, എന്റെ ചക്കട മുട്ടിനെ ഉറങ്ങാനായിട്ട്. കുഞ്ഞേ കുഞ്ഞേ ഉണരൂനി, കുഞ്ഞി കണ്ണു തുറക്കൂനി. അയ്യോ, ഇങ്ങനെ പാട്ട് പാടിയാ ഈ പെണ്ണ് ഉറങ്ങത്തില്ലല്ലോ. കണ്ണും തുറന്ന് ഉറങ്ങാതെ കിടക്കത്തില്ലേ? അപ്പൊ പിന്നെ എന്നാ ചെയ്യും? ബുദ്ധിമതിയായ കൂട്ടിമണിയോടാ നിന്റെ കളി. ഞാനേ പാട്ട് ഇങ്ങനെ പാടും കേട്ടോ. കുഞ്ഞേ കുഞ്ഞേ ഉറങ്ങൂനി, കുഞ്ഞി കണ്ണുകൾ അടച്ചൂനി. കുറ്റുമണി പിടിക്ക്, കുറ്റുമണി മിടി പിടിക്ക്, കുറ്റുമണി മിടിപിടി പിടിക്കുക. ഉറങ്ങിച്ചോ? എത്ര? 45 രൂപ. അതെ,
ബാക്കി തന്നില്ല. ഓ 5 രൂപയുടെ കാര്യമാണ് കേട്ടോ, ചില്ലറയൊന്നും ഇല്ല, വിട്ടുകളാ. അയ്യോ, അങ്ങനെ വിട്ടുകളയാൻ പറ്റത്തില്ല. ഓട്ടോയ്ക്കും ടിപ്പോ? 5 രൂപ കൊണ്ട് എന്ത് ചെയ്യാനാ ചേട്ടാ? ആഹാ അനിയ, 5 രൂപയ്ക്കല്ല 5 പൈസയ്ക്ക് വരെ വിലയുള്ള സമയമാ. പണ്ട് ഒറ്റത്തടിയായിരുന്നു, ഇപ്പൊ ഭാര്യയുണ്ട്, അവളുടെ വയറ്റിൽ ഒരു കൊച്ചുമുണ്ട്. അപ്പൊ സമ്പാദിക്കണ്ടേ അനിയ? 5 രൂപയെങ്കിൽ 5 രൂപ എട്. എന്റെ പൊന്ന് ചേട്ടാ, നിർത്ത്. ആ ദാ 5 രൂപ. ആ മഹാത്മാഗാന്ധിയുടെ കണ്ണട പൊട്ടിയതാ, എന്നാലും സാരമില്ല, ഇരിക്കട്ടെ. മനുഷ്യൻ എടി കുഞ്ഞോണി, എനിക്ക് ഉറങ്ങണ്ട. നിന്റെ അച്ഛൻ വന്നടി ചിക്കൻ ബിരിയാണി കൊണ്ടുവന്നു. മനുഷ്യ, എന്റെ പൊന്നു കുട്ടുമണി, നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് 4 കാലും പറിച്ചിങ്ങനെ ഓടരുത്. എനിക്ക് 2 കാലേ മനുഷ്യനാണ് 4 കാല്. പിന്നെ ഇത്രയുള്ളൊരു കാല് 2 ഉള്ളെങ്കിലും നാക്ക് 4 ഉണ്ട് നിനക്ക്. മര്യാദക്ക് പതുക്കെ നടക്കാൻ നോക്കും. ഇങ്ങനെ മതിയോ? അയ്യോ, ഇത്രയും പതുക്കെ വേണ്ട, മര്യാദക്ക് നടക്ക്. നീ അല്ലെങ്കിലും ഒന്നുകിൽ കളരിക്ക് പുറത്ത്, അല്ലെങ്കിൽ ആശാന്റെ നെഞ്ചത്താണല്ലോ. ഞാനേ മനുഷ്യന്റെ പൊട്ട, മനസ്സിലായോ? ബിരിയാണി വാങ്ങിച്ചോ മനുഷ്യ? മേടിക്കാതെ പിന്നെ ദാ ഇരിക്കുന്ന കണ്ടില്ലേ? കുഞ്ഞോണി വിശന്നിരിക്കാ. കുഞ്ഞുമണിയുടെ പേരും പറഞ്ഞ് കുറെ മുതലെടുപ്പുകൾ നടത്തുന്നുണ്ട്. മനുഷ്യ വിശന്നിട്ട് കുഞ്ഞോനാണെങ്കിലേ കരച്ചിലോടെ കരച്ചിലായിരുന്നു. ഞാൻ പാട്ടുപാടി ഓർക്കാൻ നോക്കുമായിരുന്നു, അറിയാവോ? മനുഷ്യ, എന്റെ ബിരിയാണി, എനിക്ക് വയ്യ. ബിരിയാണി കുഞ്ഞോണി, ബിരിയാണി വെച്ചേ, ബിരിയാണി ബിരിയാണി. ബിരിയാണി വേണ്ടേ? ഏതാണ്ടൊരു വിത്തിയുടെ മണം. വൃത്തികെട്ട മണോ? ഏതാണ്ടൊരു വിത്തിയുടെ കുട്ടിമണി, ഇത് ബിരിയാണിയുടെ മണമാ. എനിക്ക് വേണ്ട, എനിക്ക് ശരിക്കാൻ വരുവാ. ശരിക്കാൻ എന്നതാ? ഓ, ശരിക്കാൻ വരുന്നു. ഓ, ഈ പന്ന മണം മാറ്റിക്കേ. വേണ്ടേ? എനിക്ക് വേണ്ട. ഓർത്തിട്ട് എനിക്ക് ശരിക്കാൻ വരും. അതെന്നാ കുട്ടിമണിക്ക് ഇപ്പം ബിരിയാണി ഇഷ്ടമില്ലാതായെന്ന് പറയട്ടെ. അതെ, കുഞ്ഞിമണി ഈ വയറ്റിലുള്ളത് കൊണ്ടാ. കുഞ്ഞിമണിക്ക് ചിക്കൻ ബിരിയാണി ഇഷ്ടമല്ല, അതുകൊണ്ട് കുട്ടിമണിക്ക് ഇഷ്ടമല്ല. ആണോ? ആ, അപ്പൊ കുഞ്ഞുമണിക്ക് ഇഷ്ടമുള്ളത് എനിക്ക് ഇഷ്ടപ്പെടുത്തുള്ളൂ. അത്രേ ഉള്ളൂ. മനുഷ്യ, എനിക്ക് മസാല ദോശ എന്നാന്ന് തോന്നുവാ. ഇപ്പോഴോ? ഇപ്പൊ കുഞ്ഞുമണി ഇപ്പൊ പറഞ്ഞേ ഉള്ളൂ മസാല ദോശ വേണോന്ന്. വൈകിട്ട് വാങ്ങിച്ചെന്നാ മതിയോ? എനിക്ക് വൈകിട്ടായാലും മതി. പക്ഷേ ഈ കുഞ്ഞുമണി സമ്മതിച്ചൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ചോദിച്ചു നോക്കാം. കുഞ്ഞുമണിയേ, ഇനി വന്നേ, മസാല ദോശ വൈകിട്ട് മതിയോന്ന് നിന്റെ അച്ഛൻ ചോദിക്കുന്നുണ്ട്. അതെ, പറ്റത്തില്ലാന്ന്, ഇപ്പൊ തന്നെ വേണോന്ന് എന്ന് കുഞ്ഞുമണി പറഞ്ഞു. പറഞ്ഞേ, എന്നിട്ട് ഞാൻ കേട്ടില്ലല്ലോ. ഓ, കുഞ്ഞു പറയുന്ന അമ്മയ്ക്കല്ലേ കേൾക്കാൻ പറ്റത്തുള്ളൂ. അമ്മയുടെ വയറ്റിലല്ലേ കുഞ്ഞ്. ഇപ്പൊ തന്നെ മസാല ദോശ വാങ്ങിച്ചോണ്ട് വാ മനുഷ്യ. എന്റെ ദൈവമേ, ഈ വാക്കൂൺ വല്ലാത്തൊരു വാക്കൂൺ തന്നെ. എന്നാ ഗുണ മനുഷ്യ? അയ്യോ, ഒന്നുമില്ല, വാങ്ങിച്ചോണ്ട് വരാന്ന് പറയുമായിരുന്നു. ആ മാഡം, ഞാൻ പറഞ്ഞത് തന്നെയുണ്ട്. ആ ശരി. ഓക്കെ, ഞാൻ വെയിറ്റ് ചെയ്യാം മാഡം. ശരി. മതി. ഇനി ആ ശിവയെ നമ്മുടെ കൂടെ നിർത്തണോ? അവന്റെ മുഖം കാണുന്നതിന് കലിയാ. നീ അവന്റെ മുഖസൗന്ദര്യം കാണാനല്ലല്ലോ വരുന്നത്. എന്നാലും ഒരെന്താലും ഇല്ല. എടാ, ഒരു സൈന്യത്തിൽ ഉള്ളുകൊണ്ട് പരസ്പരം ഇഷ്ടമില്ലാത്ത, പരസ്പരം യോജിപ്പില്ലാത്ത ഒരുപാട് സൈനികർ കാണും. പക്ഷെ എല്ലാവർക്കും ഒരൊറ്റ ലക്ഷ്യമുള്ളൂ, യുദ്ധം ജയിക്കാന്നുള്ളത്. അതൊക്കെ ശരിയാ, എന്നാലും ഒരെന്നാലും ഇല്ല. നമുക്ക് 3 ടാർഗറ്റുകളാ ഉള്ളത്: കുട്ടിമണി, മനസ്സുജൻ, സീത. പിന്നെ
കൊമ്പൊടിഞ്ഞു വീഴുമ്പോ 4-5 കിളിക്കുഞ്ഞുങ്ങൾ കൂടി വീഴുന്നത് പോലെ ബാലേട്ടനും ഇന്ദുവൊക്കെ വീഴട്ടെ. ശിവയെ നമ്മുടെ യുദ്ധത്തിന്റെ അവസാന നിമിഷം വരെ ഒപ്പം തന്നെ നിർത്തണം. എന്തിനാണെന്നറിയാമോ? നിന്റെയോ എന്റെയോ കയ്യില് ചോര പുരളാൻ പാടില്ല. നമ്മുടെ കഴുത്തിലെ കുരുക്ക് മുറുകാനും പാടില്ല. മനസ്സിലായോ? മനസ്സിലായി. ശിവയ്ക്ക് സമ്മാനം ഒന്നുകിൽ ആയുഷ്കാലം ജയിൽ, അല്ലെങ്കിൽ മനസ്സിന്റെ വക ഒരു കൊച്ചു പിച്ചാത്തി. അത് കലക്കി. മാഡം, ആമുഖവും മുഖവുരെ ഒന്നുമില്ല. സ്ട്രെയിറ്റ് ടു ദ മാറ്റർ. മനസ്സിജനെയും കുട്ടിമണിയും സീതേടത്തിയുടെ വീട്ടിൽ നിന്നും പുകച്ചു പുറത്തു ചാടിക്കണം. കഴിഞ്ഞ ദിവസം മാഡം വിളിക്കാൻ പോയിട്ട് അവർ വന്നില്ലായിരുന്നോ? അതുകൊണ്ടല്ലേ ഇപ്പൊ പുറത്തു ചാടിക്കണമെന്ന് പറയുന്നത്. നോ മോർ അൺവാണ്ടഡ് ക്വസ്റ്റ്യൻസ്. എനിക്കൊരു സൊല്യൂഷനാണ് വേണ്ടത്. എങ്ങനെ അവരെ പുകച്ചു പുറത്തു ചാടിക്കാം അവിടുന്ന്? മാളത്തിൽ സ്വസ്ഥായിട്ടിരിക്കുന്ന എലികളെ പുകച്ച് പുറത്ത് ചാടിക്കാൻ ഒരു മാർഗമുണ്ട് മാഡം. പറ. ഇത് കൊള്ളാം. ഇതേക്കും ഞാൻ ചെയ്തു. പാളരുത്. ഇല്ല മതി. അപ്പൊ ശിവ, ഇത് സഞ്ജു നേരിട്ട് ചെയ്തു നോക്കട്ടെ അല്ലേ? മാഡം പറയുന്ന പോലെ. ഓക്കെ, അപ്പോ ഇത് ശിവ സഞ്ജയ് ജോയിന്റ് ഓപ്പറേഷൻ. ഞാൻ ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളു രവിയേട്ടാ. ആദ്യം ഒന്ന് ശ്വാസം വിടട്ടെ. അത് കഴിഞ്ഞ് അമ്മയെ കണ്ട് സംസാരിച്ച് കുറച്ചു നേരം ഇവിടെ ഇരുന്നിട്ടേ വരുന്നുള്ളൂ. എങ്ങോട്ട് തിരിഞ്ഞാലും അപ്പൊ പുറകെന്ന് വിളിക്കും. ഇയാള് പെണ്ണ് കിട്ടുന്നതിനേക്കാളും നല്ലത് പാവക്കുട്ടി വാങ്ങുന്നായിരുന്നു. ആഹാ, അമ്മ ഭക്തിമാർഗത്തിലേക്ക് തിരിഞ്ഞു. ജപമൊക്കെ തുടങ്ങിയോ? ജപം അല്ല, തപം. ദിവസം 1000 തവണ ജപമാലയിൽ വിരലുകൾ ഉരുമി ഞാൻ ഉരുവിടുന്നത് ഏതെങ്കിലും മന്ത്രങ്ങളല്ല, ശത്രുവിന്റെ പേരുകളാ. മനസ്സിജൻ, കുട്ടിമണി. ഫിസിയോതെറാപ്പിയൊക്കെ എങ്ങനെ പോകുന്നുണ്ടമ്മേ? ആ, ഗുണമുണ്ട്. കാൽവിരലുകൾ ചലിപ്പിക്കാൻ കഴിയുന്നുണ്ട്. നടുവിന്റെ മരവിപ്പിനും കുറവുണ്ട്. കുറച്ചു ദിവസം കഴിഞ്ഞാൽ വേണമെങ്കിൽ വാക്കറിന്റെ സഹായത്തോടെ നിവർന്നു നിൽക്കാന്നും ഡോക്ടർ പറഞ്ഞു. ആണോ? അത് കഴിഞ്ഞാ പിന്നെ വാക്കറിന് പകരം വാളും കയ്യിലെടുത്ത് യുദ്ധവും തുടങ്ങാം. ഓ, ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ ഇവിടെ പോവാൻ? അല്ല, നിനക്കെന്താ സ്വന്തം അപ്പനെ കണ്ടപ്പോ ഒരു പുച്ഛം? അതെ, അപ്പനെ പറ്റി അഭിമാനിക്കാൻ തക്ക ഒന്നും മകളുടെ മനസ്സിൽ ഇല്ലാത്തതുകൊണ്ട്. ഉണ്ടെങ്കിലും കാണാൻ കണ്ണു വേണപടി. എന്റെ കൊച്ചു വന്ന് കേറിയതേ ഉള്ളൂ, നിങ്ങൾ അവിടെ തല ചവിട്ടിപ്പറിക്കാൻ തുടങ്ങിയോ? അത് ശരി. അപ്പനും മോളോട് സംസാരിക്കാൻ അവകാശമില്ലേ? ഞാൻ ഇവിടെ ആരോടും ആർഗ്യുമെന്റിനൊന്നും അല്ല വന്നത്. ഞാൻ എന്റെ അമ്മയെ കാണാനാ വന്നത്. അമ്മയുടെ ചികിത്സാ പുരോഗതി അറിയാം. ഓ, എന്ന് വെച്ചാ എന്നോട് വേറൊന്നും സംസാരിക്കാൻ നിനക്ക് താല്പര്യമില്ല. ഓ, ആയിക്കോട്ടെ. നിനക്ക് നിന്റെ അമ്മയുടെ ചികിത്സാ പുരോഗതി അറിഞ്ഞാ പോരെ? ഞാൻ പറയാം. മനസ്സിലെ ദുഷിപ്പും കുശുമ്പും ദുഷ്ടതയും പകയൊക്കെ മാറ്റിവെച്ച മരുന്നുകൾ ഇനിയും കൂടുതൽ വേഗത്തിൽ നിന്റെ അമ്മയുടെ നാഡീ ഞരമ്പുകളിലൂടെ പായും. അധികം താമസിയാതെ മാണിക്യമംഗലത്തെ ജലജകുമാരിക്ക് നിവർന്നു നിൽക്കാനും കഴിയും. പട്ടുടുത്ത് ഞെളിയാനും പറ്റും. അതല്ല, കസേരവണ്ടിയിലിരുന്ന് അടുത്ത യുദ്ധത്തിന് കളമൊരുക്കാനാണ് പരിപാടി എങ്കിൽ ഈ കസേരയിലിരുന്ന് തന്നെ പട്ട് പുതപ്പിച്ച് കുഴിയിലേക്ക് എടുക്കേണ്ടി വരും. നിങ്ങൾക്കതാ ആഗ്രഹമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, എന്നെ കുഴിയിലേക്ക് വെക്കാൻ. സത്യം പറയാലോ ജലജെ, ഇത്രയും സഹിച്ചിട്ടും ഞാൻ അതേപ്പറ്റി ചിന്തിച്ചിട്ടേയില്ല. കാരണം വധശിക്ഷയ്ക്ക് ഞാൻ എതിരാ. കുറ്റവാളിയെ കുഴിച്ചു മൂടിയാ അയാളല്ലേ ഇല്ലാതാവുന്നുള്ളൂ. കുറ്റം അതുപോലെ തന്നെ നിലനിൽക്കുമല്ലോ. അതേസമയം കുറ്റവാളിക്ക് തെറ്റുതിരുത്തി ജീവിക്കാൻ അവസരം കൊടുത്താലോ? മാനസാന്തരത്തിന് ശേഷം ചെയ്യുന്ന ഒരു പുണ്യപ്രവൃത്തിയെങ്കിലും
പ്രായശ്ചിത്തത്തിന്റെ ഭാഗമാവും. സംഗതി കൊള്ളാം. ഒരു സൈക്കിളും മൈക്കൊടുത്ത് കവലെ ചെന്ന് നിന്ന് പ്രസംഗിച്ച നിന്നോട് നിന്റെ അമ്മയോട് ഇതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ദേ, വീൽ ചെയറിൽ ഇരുന്നിട്ട് പഠിക്കാത്തവരെ നീണ്ടു നിവർന്ന് കിടക്കുമ്പോ പഠിക്കും. വലിയ കഷ്ടം തന്നെ അമ്മേ. ഇയാൾക്ക് വേറെ പണിയൊന്നുമില്ലേ? ഛേ, നീ അതൊന്നും കാര്യമാക്കണ്ട. അങ്ങേര് പ്രസംഗിച്ചുകൊണ്ടേയിരിക്കും. ഇത്രയും കൊല്ലമായിട്ട് ഞാനതൊന്നും മൈൻഡ് ചെയ്തിട്ടില്ലല്ലോ. ഉണ്ടോ? ആ, എന്തായി കാര്യങ്ങള്? മനസ്സിജനെയും കുട്ടിമണിയെയും സീതയുടെ വീട്ടിൽ സുഖമായി ജീവിക്കാൻ വിടുകയാണോ നീ? അമ്മയ്ക്ക് നീ തന്നൊരു വാക്കുണ്ട്. മറന്നിട്ടില്ല, മറക്കത്തുമില്ല. ചുവന്ന പട്ടുപുതച്ച കുട്ടിമണിയും ചുവന്ന പട്ടുടുത്ത് സർവാഭരണ വിഭൂഷിതയായി എന്റെ അമ്മയും ഒറ്റയ്ക്ക് തീർക്കാൻ അറിയാഞ്ഞിട്ടല്ല. പക്ഷെ മതികല കളിയുടെ ഗിയറൊന്ന് മാറ്റിപ്പിടിച്ചേക്കുക. കരയണം, കണ്ണീര് ദാഹജലമാക്കി പൊരി വെയിലത്ത് ഉരുകണം. പ്രാണൻ പിടഞ്ഞ് നാരുകളായി പൊട്ടണം. കുട്ടിമണിയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞുപോലും കുരലുണങ്ങി ചാകണം. ജീവിക്കാൻ കൊതി തോന്നുമ്പോ, ജീവിതം രുചിച്ചു തുടങ്ങുമ്പോ നിവർത്തി കെട്ട് ആത്മഹത്യ ചെയ്യേണ്ടി വരിക. അതിലും വലിയൊരു വിധിയുണ്ടോ? ഇല്ല. അതിലും വലിയൊരു ഗതികേടുണ്ടോ? ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഞാൻ സഞ്ജുവിനെ ശിവയെ കണ്ടായിരുന്നു. ഒരു പുതിയ അസൈൻമെന്റ് ഏൽപ്പിച്ചിട്ടുമുണ്ട്. എന്ത്? അമ്മ കണ്ടോ? ഇനി ഞാൻ ഒന്നും പറയുന്നില്ല, എല്ലാം അമ്മ കണ്ടാ മതി. എന്തായാലും ചികിത്സയിൽ പുരോഗതി ഉണ്ടല്ലോ, അത് ശുഭലക്ഷണമാണ്. അമ്മ നിവർന്ന് നിൽക്കുമെന്ന് ഉറപ്പായില്ലേ? അമ്മയ്ക്ക് നിവർന്ന് നിന്ന് തന്നെ ചിരിക്കാം ഉടൻ. പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ അമ്മയോട് പറഞ്ഞൊരു കാര്യം എന്തായി? അച്ഛനോട് സംസാരിച്ചോ? ഞാനൊന്ന് സൂചിപ്പിച്ചു, പക്ഷേ കേട്ട ഭാവം നടിച്ചില്ല. ഞാനിപ്പോ ഈ അവസ്ഥയിലായതോടെ അങ്ങേർക്ക് ഇത്തിരി പവർ കൂടിയിട്ടുണ്ട്. സാരമില്ല, ഞാൻ തന്നെ സംസാരിച്ചോളാം. ആ ഐസക്കേ, മതി, പണി 18 തുടങ്ങിയാ മതി. അപ്പോഴേക്ക് അടമഴയൊക്കൊന്ന് ഒതുങ്ങും. ആ ശരി, ഞാൻ വിളിക്കാം. ഒരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. നീയല്ലേ അല്പം മുമ്പ് പറഞ്ഞത് എന്നോടൊന്നും സംസാരിക്കാനില്ലെന്ന്? ആ, ഞാൻ അങ്ങനെ എനിക്ക് തോന്നുമ്പോ തോന്നുന്നതൊക്കെ പറയും. അതെന്റെ സ്വഭാവമാ. ആ, അതിനാ ഒറ്റ വാക്കിൽ ഭ്രാന്തെന്ന് പറയുന്നത്. എന്താ എന്താ നിങ്ങൾ പറഞ്ഞത്? ഭ്രാന്തെന്നു? ഇനി ഒരു തവണ കൂടി നിങ്ങളുടെ വായിൽ നിന്ന് അങ്ങനെ ഒരു വാക്കെന്റെ നേരെ വന്നോ? മറന്നിട്ടില്ല ഞാൻ നിങ്ങൾ എന്നെ ഭ്രാന്തിയാക്കാൻ നടത്തിയ ശ്രമങ്ങളൊന്നും. അതേപ്പറ്റി ഒരു ന്യായീകരണത്തിനൊന്നും ഇനി ഞാനില്ല. 5ാമത്തെ വയസ്സ് മുതൽ നിന്റെ മനസ്സിനെ നിന്റെ അമ്മയും നിന്റെ അമ്മയുടെ വീട്ടുകാരും ചേർന്ന് ഇരുട്ട് നിറഞ്ഞൊരു പെട്ടിയിലടച്ചു. പിന്നെ അവരെ പോലെ മര്യാദയും മനുഷ്യത്വം ഇല്ലാതെ വളർത്തി. എന്റെ മകൾക്ക് നന്മയുടെയും സത്യത്തിന്റെയും വെളിച്ചം കാണിച്ചു കൊടുക്കാൻ എനിക്ക് പറ്റിയില്ല. കഴിഞ്ഞ കാര്യങ്ങൾ എനിക്ക് കൂടുതൽ ചെയ്യാൻ ഞാനില്ല. നീ വന്ന കാര്യം പറയും. അല്ല, എന്താ നിനക്കെന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞത്? പറയാനല്ല, ചോദിക്കാൻ. അമ്മയോട് ഞാനൊന്ന് സൂചിപ്പിച്ചിരുന്നു. അമ്മ അതേപ്പറ്റി പറഞ്ഞിട്ട് കേട്ട ഭാവം നടിച്ചില്ലെന്ന് പറഞ്ഞു. നിന്റെ അമ്മ ഉന്തുവണ്ടിയിലിരുന്ന് അങ്ങനെ പലതും പറയുന്നു. അതിനെല്ലാത്തിനും ചെവി കൊടുക്കാൻ എനിക്ക് നേരമില്ല. ആ, നീ ചോദിച്ചോ, മറുപടി ഞാൻ ഇപ്പൊ തന്നെ തന്നേക്കാം. വയനാട്ടിലെ കൃഷ്ണഗിരിയില് റിസോർട്ടുകളുടെ ഒരു ചെയിൻ പണി തുടങ്ങുവാണെന്ന് കേട്ടു. ആ അതെ, അതിനെന്താ, നല്ല കാര്യമല്ലേ നമ്മുടെ കമ്പനി വളരുന്നത്. നല്ല കാര്യങ്ങളൊക്കെ തന്നെ. പക്ഷേ ആ ചെയിൻ റിസോർട്സുകളുടെ പേര് സൗപർണിക റിസോർട്സ് എന്നാണെന്ന് കേട്ടു. ആ അതെ. ആരാണ് ഈ സൗപർണിക എന്നറിഞ്ഞാ കൊള്ളായിരുന്നു. ഇത്രയും നാളും നമ്മുടെ കമ്പനിയിലെ എല്ലാ പ്രോജക്റ്റുകളും എന്റെയോ എന്റെ അമ്മയുടെ പേരിലായിരുന്നല്ലോ. ഓ, ഇത്തവണ ഒരു ചേഞ്ച് ആവട്ടെ എന്ന് കരുതി. അതാണ് ചോദിച്ചത്, ആരാണ് ഈ സൗപർണിക എന്ന്. സൗപർണിക എന്ന് നീ കേട്ടിട്ടില്ലേ? മൂകാംബികയിലെ ഒരു പുണ്യ നദി. ഞാൻ അമ്മയുടെ ഭക്തനാണ്. അതുകൊണ്ട് പുതിയ സംരംഭത്തിന് സൗപർണിക എന്ന് പേരിട്ടു. ഓഹോ, ഭക്തൻ. എനിക്കറിയാം നിങ്ങളുടെ ഭക്തിയൊക്കെ ഏത് മാർഗത്തിലാണെന്ന്. അതുകൊണ്ട് തന്നെയാ പുതിയൊരു പേര് കേട്ടപ്പോ
എന്റെ തലച്ചോറിൽ സംശയത്തിന്റെ മുള്ളു തറച്ചത്. ദേ, അപ്പനാണെങ്കിലും മുഖത്ത് നോക്കി തുറന്നു തന്നെ ചോദിക്കുക, ഈ സൗപർണിക എന്ന് പറയുന്നത് നിങ്ങളുടെ ഏതെങ്കിലും രഹസ്യക്കാരിയാണോ, അതോ രഹസ്യക്കാരിയുടെ മകളോ? ഡീ, മേലും നൊന്താലേ അപ്പനാണെന്നൊന്നും ഞാൻ നോക്കത്തില്ല, തിരിച്ചടിക്കും. അതാ മതികല. നീ എന്താ പറഞ്ഞത്? എന്നെ തല്ലുവന്നോ? വേണ്ടി വന്ന കൊല്ലും, ഡെക്കറേറ്റ് ചെയ്ത് കിടത്തുവന്ന്. അല്ലാതെ തന്നെ 1000 പ്രശ്നങ്ങളുടെ നടുക്ക. അതിനിടയിൽ എന്നെ തോൽപ്പിക്കാനായിട്ടും വെല്ലുവിളിക്കാനുമായിട്ടും പുതിയ പദ്ധതിയും കൊണ്ട് നിങ്ങൾ ഇറങ്ങിയ. എന്റെ പ്രൈമറി ടാർഗറ്റ് നിങ്ങളായിരിക്കും. ഏറ്റവും എക്സ്പെൻസീവായ കൊട്ടേഷനും നിങ്ങൾക്ക് വേണ്ടിയായിരിക്കും. ഞാൻ തന്നെ വന്ന് ദക്ഷിണ വെച്ച് തെക്കോട്ടേക്കൊരു ടാറ്റയും തന്ന് പണിയും തീർത്തിട്ടങ്ങ് പോവും. കേട്ടോ, ബഹുമാനപ്പെട്ട അച്ഛ. ഇവിടുത്തെ അമ്മയുടെ മനസ്സിലിരിപ്പാ ചന്ദ്രേട്ട എനിക്ക് മനസ്സിലാവാത്തത്. അമ്മയില്ലാത്ത ഞാൻ ഒരമ്മയുടെ സ്നേഹം മുഴുവൻ സ്വപ്നം കണ്ട ഇങ്ങോട്ട് വന്നത്. എന്നിട്ടിപ്പോ എന്തു പറ്റിയെന്നാ ഇന്ദു പറയുന്നത്? അമ്മ ഇന്ദുവിനെ സ്നേഹിക്കുന്നില്ലേ? അമ്മ എന്നെ മാത്രമല്ലല്ലോ സ്നേഹിക്കുന്നത്. മനസ്സിലായില്ല. പൊട്ടം കളിക്കാൻ ചന്ദ്രേട്ടന് നല്ല വിരുദ. ഞാനും അത് മനസ്സിലാക്കി വരിക ഇപ്പൊ. പൊട്ടം കളിച്ചതല്ലിന്ദു. അമ്മയ്ക്ക് ഇന്ദുവിനോട് സ്നേഹമില്ലേ? അമ്മയ്ക്ക് ഇന്ദുവിന് ഒരുപാട് ഇഷ്ടമാണെന്ന് എന്റെ വിചാരം. ഇഷ്ടം കാണും. ഇഷ്ടത്തില് ഒരു പങ്ക് എന്ന് പറയുന്നതാവും ശരി. സ്നേഹം പകുത്തു കിട്ടാനാണല്ലോ എന്റെ വിധി. ഇന്ദു പ്ലീസ്, ഇന്ദു ഉദ്ദേശിക്കുന്ന എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. രവിയും കലയും സീതയുടെ വീട്ടിലേക്ക് പറഞ്ഞു വിടേണ്ട കാര്യം എന്തായിരുന്നു ഇവിടുത്തെ അമ്മയ്ക്ക്? ഞാനത് അമ്മയോട് ചോദിക്കാന്ന് പറഞ്ഞതല്ലേ. ഇന്ദു അല്ലേ വേണ്ടാന്ന് പറഞ്ഞത്? ചോദിച്ച ചിലപ്പോ അത് പിന്നെ വലിയൊരു വഴക്കാവും. വെറുതെ നാട്ടുകാർക്ക് പറഞ്ഞു ചിരിക്കാൻ ഒരു പുതിയ വിഷയവും ആവും. അല്ലെങ്കിൽ തന്നെ കുറെ കാലമായി നാട്ടുകാർക്ക് വേറെന്താ പറയാനും ചിന്തിക്കാനും ചിരിക്കാനും ഒക്കെ. ഒരഗ്നിപർവ്വതം കണക്കെ പുകഞ്ഞു നീറി വെടിച്ചു കീറാൻ വെമ്പി നിൽക്കുക വയലോരം വീട്. ചിലപ്പോ തോന്നും എന്തിനാ എങ്ങനെ ജീവിക്കുന്നതെന്ന്. പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ട് ചന്ദ്രേട്ട. വലിയ പ്രശ്നങ്ങളെ ഒറ്റയടിക്ക് വിഴുങ്ങാൻ നോക്കിയാൽ തൊണ്ടയിൽ കുരുങ്ങി ശ്വാസം മുട്ടി ചത്തുപോകും. പ്രശ്നങ്ങളെ ചെറുതാക്കുക, പിന്നെ ഇല്ലാതാക്കുക. എന്നെ ഉപദേശിക്കുന്ന ഇന്ദുവിന്റെ അവസ്ഥ എന്താ? മനസ്സ് ശാന്തമാണോ? നഷ്ടപ്പെടുമെന്നുള്ള ഭീതിയാ ചന്ദ്രേട്ട എനിക്ക്. കുറച്ചു കാലം മുമ്പ് വരെ നിങ്ങളുടെ ജീവിതത്തിൽ വെറും ഒരു സഹയാത്രിക മാത്രമായിരുന്നു ഞാൻ. ഒരു നല്ല സ്നേഹിത. ഒരു തീവണ്ടി മുറിയിൽ 2 ബർത്തുകളിൽ മുഖാമുഖം നോക്കിക്കിടന്ന് ഉറങ്ങിപ്പോകുന്ന 2 യാത്രക്കാർ. കൂട്ടിമുട്ടാതെ സമാന്തരമായി നീണ്ടുപോയ 2 പാളങ്ങൾ. പക്ഷേ എല്ലാ അർത്ഥത്തിലും ഞാനും നിങ്ങൾ ഒന്നിച്ച് ഒരു ജീവിതം തുടങ്ങിയതിനു ശേഷം സീതയുടെ തിരിച്ചുവരവ് ഒരു മണൽ ശില്പം പോലെ പൊടിഞ്ഞമർന്നു പോയതാ അന്ന് എന്റെ മനസ്സ്. ഇപ്പൊ എനിക്ക് ഭീതിയാ. പാതി വഴിയിൽ വന്നു കയറിയവൾ പാതി വഴിയിൽ തന്നെ ഇറങ്ങി പോവേണ്ടി വരുമോന്ന്. ഇന്ദു, വേറെ നിർബന്ധങ്ങളുണ്ട് ചന്ദ്രേട്ട എനിക്ക്. എന്റെ ഭർത്താവ് എന്റേത് മാത്രമായിരിക്കണം. എന്റെ കുഞ്ഞുങ്ങളുടെ അച്ഛൻ അവരുടേത് മാത്രമായിരിക്കണമെന്നൊക്കെ. അത് അമ്മ. ബാല, എന്താ അമ്മേ? നിന്റെ മുഖത്തെന്താ ഒരു തെളിച്ചില്ലാത്തത്? അത് ചോദിക്കാനാണ് അമ്മ വന്നത്. മനുഷ്യനല്ലേ അമ്മേ, 100 കൂട്ടം പ്രശ്നങ്ങൾ കാണത്തില്ലേ? അമ്മ കാര്യം പറയും. അമ്മ, ചന്ദ്രേട്ടന് തലവേദനയമ്മേ, അതാ മുഖം വല്ലാതിരിക്കുന്നത്. 10 മാസം വയറ്റി ചുമന്നതല്ലേ ഞാനിവനെ. മക്കളുടെ ശരീരത്തിനും മനസ്സിനും എന്തു മാറ്റം വന്നാലും അമ്മമാർക്കത് അരനിമിഷം കൊണ്ട് മനസ്സിലാവും. ബാല, അമ്മ പറയുന്നത് എന്റെ മക്കള് കേൾക്കണം, അനുസരിക്കണം. അമ്മ പറഞ്ഞോ. ഞാൻ പറയുന്നത് എന്താണെന്ന് നിനക്കറിയാം. നീ അനുസരിക്കുമെന്ന എന്റെ പേടി. ഞാൻ അനുസരിക്കില്ല എന്ന് അമ്മയ്ക്കുള്ള ധാരണയുള്ള കാര്യമാണെങ്കിൽ പറയണ്ട. വെറുതെ
അമ്മയെ ധിക്കരിച്ചു എന്നുള്ള പാപം കൂടി എനിക്ക് വേണ്ട. ബാല, നീ അനുസരിക്കണം. അമ്മയുടെ ഒരു അപേക്ഷയായിട്ട് നീ കണക്കാക്കിയാൽ മതി. കുട്ടിമണിയെ നീ ഈ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. അവളെ ഈ പടി കിടക്കാൻ നീ അനുവദിക്കണം. ഇതാണോ? ഞാൻ സമ്മതിച്ചിരിക്കുന്നു. പോരെ? ബാല, അമ്മ അത്രയ്ക്ക് അങ്ങ് സന്തോഷിക്കാൻ വരട്ടെ. കുട്ടിമണി പടി കടന്നു വന്നോട്ടെ. പക്ഷെ അവൻ, മനസിജൻ, പടിക്ക് പുറത്തു നിൽക്കും. ബാല, അക്കാര്യത്തിൽ അമ്മ എന്റെ ഭാഗത്തുനിന്ന് ഒരു ദാക്ഷിണ്യവും പ്രതീക്ഷിക്കണം. മനസിജനൊപ്പം കുട്ടിമണി ഇവിടെ താമസിക്കണ്ട. അവൻ ഈ മുറ്റത്ത് കാലുകുത്താൻ ഞാൻ സമ്മതിക്കത്തില്ല. ബാല, മനസ്സിജും കുട്ടിമണിയുടെ ഭർത്താവാ. എന്റെ ശത്രുവും. അമ്മ എന്താ അമ്മേ ചന്ദ്രേട്ടന്റെ മനസ്സ് കാണാതെ പോകുന്നത്? എന്റെ മക്കളുടെ മനസ്സ് ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളൊരു അമ്മയല്ല. എന്ന അമ്മയ്ക്ക് തോന്നിയാ പോരാ, മക്കൾക്കത് ബോധ്യപ്പെടുകൂടി വേണം. ബാല, എന്റെ മുഖത്ത് നോക്കി അമ്മയ്ക്കത് പറയാൻ പറ്റുമോ? അമ്മ എന്റെ മനസ്സ് കണ്ടിട്ടുണ്ടെന്ന്. കഴുത്തറ്റം കണ്ണീരിൽ മുങ്ങി നിന്നിട്ടുള്ളപ്പോഴും ഈ കുടുംബത്തിന്റെ മോന്തായം തറയിൽ തട്ടാതെ ചുമലിലേറ്റി നിന്നിട്ടുള്ളവനാ ഞാൻ. പഠിപ്പും വിവരവും ലോകപരിചയമില്ലാത്ത ബാലനെ എല്ലാരും ചതിച്ചു, അമ്മയും ചതിച്ചു. ബാല, മക്കളെ, അമ്മ തന്നെ ചിന്തിച്ചു നോക്ക്. ആദ്യം അച്ഛനെങ്ങനെ മരിച്ചു എന്ന സത്യം അമ്മ ഞങ്ങളിൽ നിന്ന് ഒളിപ്പിച്ചു വെച്ചു. ഞാനതിനെപ്പറ്റി കഴിഞ്ഞ ദിവസം ചോദിച്ചപ്പോ പെട്ടെന്നൊരു മറുപടി പറഞ്ഞ് അമ്മയങ്ങ് ഒഴിഞ്ഞു മാറിയല്ലോ. പിന്നെ എന്റെ ഭാര്യ എന്നോട് മറച്ചു വെച്ച ഒരു വലിയ കള്ളത്തരം അമ്മ എന്നോട് മറച്ചു വെച്ചു. എന്തിന്? അതുകൊണ്ട് അമ്മയ്ക്ക് എന്ത് നേട്ടമുണ്ടായി? മോനെ, നിന്റെ ജീവിതം തകരാതിരിക്കാനായി ഭാര്യയുടെ ആദ്യ വിവാഹം മറച്ചു വെച്ചിട്ടാണോ അമ്മ എനിക്ക് ജീവിതം ഉണ്ടാക്കേണ്ടത്? സീതയുടെ അമ്മയാണ് ഇത് ചെയ്തതെങ്കിൽ എനിക്കത് മനസ്സിലാക്കാം. പക്ഷെ ഇതെന്റെ പെറ്റമ്മ. മരണം വരെ എന്റെ ചങ്കിലെ എരിച്ചിന് മാറത്തില്ല. മോനെ, ബാലൻ ക്ഷമിക്കുമേ. മറ്റുള്ളവർക്ക് വേണ്ടി തോൽക്കുകയും ചെയ്യും. പക്ഷെ ജീവിതകാലം മുഴുവൻ തോൽക്കാൻ ബാലനോട് അമ്മ പറയരുത്. ഇത് അമ്മയുടെ മുൻപിൽ ഞാൻ വെക്കുന്ന അപേക്ഷയാ. അയ്യോ, മനസ്സിനൊപ്പം കുട്ടിമണി ഈ വീട്ടിൽ താമസിക്കത്തില്ലമ്മേ. അവര് വരുമെന്നും പറഞ്ഞ് ഞാൻ ഇറങ്ങി പോകത്തുമില്ല. അതുകൊണ്ട് ഇക്കാര്യം പറഞ്ഞ് അമ്മ എൻ്റെ അടുത്ത് വരരുത്. മനസ്സിജനെ ഈ വീട്ടിൽ കൊണ്ടുവന്ന് അമ്മ താമസിപ്പിച്ചാൽ നാളെ ഞാൻ എങ്ങനെ അവനോട് പെരുമാറുമെന്ന് എനിക്കറിയത്തില്ല. അമ്മയുടെ ഈ തീരുമാനം കൊണ്ട് മകള് വിധവയായെന്നും മകൻ ജയിലിലായെന്നും പറഞ്ഞ് അമ്മയ്ക്ക് നാളെ കരയേണ്ടി വരരുത്. അച്ചൂട്ട, അച്ചൂട്ട, നമ്മുടെ മോള് ഈ വീട്ടിൽ അവളെ ആരും നിർത്തത്തില്ല. എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല അച്ചൂട്ട. എനിക്ക് എന്തെങ്കിലും ഒരു വഴി പറഞ്ഞതാ. അല്ലെങ്കിൽ പലതവണ ഞാൻ പറഞ്ഞു ഒറ്റക്കിട്ട് എന്നെ ഇങ്ങനെ നീട്ടിക്കാതെ കൂടെ കൊണ്ടുപോവാൻ. അച്ചൂട്ട, ഞാൻ എന്തെങ്കിലും പറയുമ്പോ അച്ചൂട്ടൻ എന്തിനാ എങ്ങനെ മുഖം തിരിച്ച് നടന്നു പോന്നേ? ഞാൻ എന്റെ സങ്കടം മറ്റാരോടോ പറയുന്നേ? അങ്ങനെ അങ്ങ് പോകാൻ ഞാൻ സമ്മതിക്കില്ല. ഞാനും വരും അച്ചൂട്ടന്റെ കൂടെ. എന്ത് പ്രശ്നം വന്നാലും അച്ചൂട്ടൻ ഇങ്ങനെ ഒരു വിളക്കായി ഇവിടെ വന്ന് നിന്നാ മതി. ഇതിനേക്കാൾ 1000 മടങ്ങ് ചൂടിൽ എരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഞാനാ. എനിക്ക് എന്റെ കുഞ്ഞിന്റെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാവണം. അതിനൊരു വഴി പറഞ്ഞു തരണം. അല്ലെങ്കിൽ നാളെ അച്ചൂട്ടനോട് പറയാൻ ഞാനുണ്ടാവത്തില്ല.
അമ്മേ, ദേ ചായ എടുത്ത് വെച്ചിട്ടുണ്ടേ. മതി. ഉം, ഇത് മതിയോ? പോരാ. വല്ലാതെ അണയ്ക്കുന്നു മതി. അണച്ചോട്ടെ. അല്ല, ഭക്ഷണം കഴിക്കുന്ന കാര്യത്തില് നിങ്ങൾക്ക് അണപ്പൊന്നും ഇല്ലല്ലോ. രവേട്ടാ, ചെന്നേ. കണ്ടിന്യൂ. ഗോ ഗോ. ഉം. ഉം. അയ്യോ അമ്മേ. എന്നതാ കല ഇത്? ഒരു പുതിയ സംരംഭം? ഏ? ഓ, രവേട്ടന്റെ വെയിറ്റ് ലോസിംഗ് പ്രോഗ്രാം ആയിടത്തി. തടി കുറയ്ക്കൽ യജ്ഞമൊന്നും ഇതിന് പറയും. കണ്ടില്ലേ, ഓരോ ദിവസവും ബലൂൺ പോലെ വീർത്ത് വീർത്ത് വരുന്നത്. മതി, ഇന്ന് ഇത്രയും മതി. ഉഫ്, ഞാനിപ്പോ തളർന്ന് താഴെ വീഴും. ചാവാൻ പോവാന്ന് തോന്നുന്നു. നിങ്ങൾ ഇങ്ങനെ പേടിക്കേണ്ട അയ്യോ, കാര്യമൊന്നുമില്ല. ലോകത്താരും വിയർപ്പിൽ മുങ്ങി മരിച്ചിട്ടില്ലെന്ന് ഒരു മഹാൻ പറഞ്ഞിട്ടുണ്ട്. അയ്യോ. എന്നാലും ഇന്ന് ഇത്രയും മതി കല. ആ. കണ്ടില്ലേ, പാവം രവി വീഴാറായി. ശരി, ഗോ ഇൻസൈഡ്. ഉം. ഇപ്പോ കാപ്പിയും കൂപ്പിയൊന്നും ഇല്ല. വിയർപ്പ് താണിട്ട് വേണമെങ്കിൽ ഒരു ഗ്ലാസ് പച്ചവെള്ളം കുടിച്ചോ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് 2 ഇഡലി മാത്രം മതി. അയ്യോ, 2ഓ? അല്ല, 2000. തീറ്റ ഇത്തിരി കുറച്ച് മതി മനുഷ്യ. നിങ്ങളെ ഞാൻ സുമോ ഗുസ്തിക്കൊന്നും കൊണ്ടുപോകുന്നില്ലല്ലോ. എന്നാലും മതി. കേറിപ്പോരെ വേട്ടാ. ഗോ ഇൻസൈഡ്. ഗോ ഗോ. ഓ എന്റെ അമ്മോ. അമ്മേ. ഞാൻ ചന്ദ്രേട്ടന് കാപ്പി കൊടുക്കട്ടെ? ആ, ആയിക്കോട്ടെ. അമ്മ എഴുന്നേറ്റില്ലേ? അമ്മേ, 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 അമ്മ ഇതെവിടെ പോയി? അമ്മേ, അമ്മേ. എന്താ എന്തോ? അല്ല ചന്ദ്രേട്ടാ, അമ്മയെ കണ്ടോ? അമ്മേ? ആ, ഇല്ല. എന്താ? അമ്മയെ കാണുന്നില്ല. കാണുന്നില്ലെന്നോ? അതേന്നെ, നീ ചുമ്മാ രാവിലെ ആളെ വട്ടാക്കാതെ നീ അവിടെയൊക്കെ നോക്കിന്തു. ഞാൻ നോക്കി ചന്ദ്രേട്ടാ. ചേടാ, അമ്മ ഇതെവിടെ പോവാനാ? ഇനി അമ്പലത്തിലെങ്ങാനും പോയോ? ആ, അതിന് സാധ്യതയുണ്ട്. എന്നാലും ഒന്ന് പറഞ്ഞിട്ടല്ലേ പോവൂ. കോഴ വാങ്ങിയ മന്ത്രി ഒരു കാരണവശാലും രാജിവെക്കത്തില്ല. പ്രതിപക്ഷം വൻ സമര പരിപാടിയിലെ മന്ത്രിയെ രാജിവെപ്പിക്കാൻ പ്രതിപക്ഷം സമരം ചെയ്യുന്ന എന്തിനാ? 2 കോടി രൂപ കോഴ കൊടുത്തിട്ട് രാജിവെക്കാൻ പറഞ്ഞാ പോരെ? മന്ത്രി അപ്പൊ രാജിവെക്കുമല്ലോ. കലേ, അമ്മയെ കണ്ടായിരുന്നോ? ഏതമ്മേ? ഇവിടുത്തെ അമ്മയോ? ആ. ഞാനെങ്ങും കണ്ടില്ല. അമ്മയെ കാണുന്നില്ല. ആ, അവര് പിന്നെയും തീർത്ഥാടനത്തിന് പോയതായിരിക്കും. ഈശ്വര, നല്ല അപകടവും. ആർക്കാ പൊന്നെ അപകടം? ഓ, പൊന്നപ്പൻ വന്നു. നിങ്ങളുടെ അമ്മയെ പിന്നെ കാണാതായെന്ന്. അടുത്ത ലോക പര്യടനത്തിന് പോയതായിരിക്കുമെന്നാ എന്റെ സംശയം. മുടിഞ്ഞു പോവാനായിട്ട് ഈ അമ്മയെ കൊണ്ട് തോറ്റല്ലോ. വെറുതെ നാട്ടുകാരെ കൊണ്ട് ഓരോന്ന് പറയിക്കാനായിട്ട്. നമ്മൾ അന്വേഷിക്കണ്ടേ രവി? ഞാനില്ല ഏട്ടത്തി അന്വേഷിക്കാനും കണ്ടെത്താനും ഒന്നും. അമ്മയാണെങ്കിൽ എന്താ, അഹങ്കാരം കുറച്ചേ പാടുള്ളൂ. ഞങ്ങൾ ആൺമക്കളെ നാണം കെടുത്താനായിട്ട് അവര് മനഃപൂർവ്വം ഉണ്ടാക്കി വെക്കുന്ന ഇടപാടാ. ആ, രവിയേട്ടൻ പറഞ്ഞത് കറക്റ്റാ. ബാലേട്ടനും രവിയേട്ടനും കൂടി അനാഥ പിള്ളേരെ പോലെ രാവിലെ റോഡിലൂടെ നടക്കണം. അമ്മയെ കണ്ടോ, ഞങ്ങളുടെ അമ്മയെ കണ്ടോ എന്ന് ചോദിച്ചോണ്ട്. കൊറേ കഴിയുമ്പോ അവര് മക്കളേന്നും വിളിച്ചോണ്ട് മുതലക്കണ്ണീര് ഒഴുക്കി കയറി വരും. അവരുടെ ഭാവം കണ്ടാ തോന്നും അവരുടെ കണ്ണീന്ന് ഗംഗാനദിയാ പ്രവഹിക്കുന്നെന്ന്. ചുമ്മാ ഓരോ വേഷം കെട്ടലുകള്. അല്ല, ബാലേട്ടൻ എന്തു പറഞ്ഞു? അമ്പലത്തിൽ പോയതായിരിക്കും. അതിനാ സാധ്യത. ഇവരൊന്നും ദൈവങ്ങൾക്ക് സ്വസ്ഥത കൊടുക്കത്തില്ലല്ലോ. രാവിലെ വിളിച്ചുണത്തി തുടങ്ങൂല്ലേ കരച്ചിലും പരിഭവവും പരാതിയും. അല്ല, ഇനി അന്നത്തെ പോലെ കത്ത് വല്ലത് എഴുതി വെച്ചിട്ടാണ് പോയെന്ന് നോക്കുമതി. കത്തോ കുത്തോ ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടെന്നേ നിങ്ങൾ പോയി നോക്കു മനുഷ്യ. കാണാതായതേ നിങ്ങളുടെ അമ്മയാ. അല്ല പിന്നെ ഞാൻ രാവിലെ ടോർച്ച് തെളിച്ചോണ്ട് ഇറങ്ങാൻ പോവല്ലേ ഉമ്മയെ കണ്ടുപിടിക്കാൻ. ദേ,
നിങ്ങൾ ഇങ്ങോട്ട് വന്നേ. വന്ന് എനിക്ക് ഇത്തിരി നെയിൽ പോളിഷ് ഇട്ട് തന്നേ. വാ. ഇന്ദു ഇന്ദു ആ അമ്മയെ കണ്ടോ? ഇല്ല. എന്ത് ചെയ്യണം ചന്ദ്രേട്ടാ? ഞാൻ അമ്പലം വരെ ഒന്ന് പോയി നോക്കാം. അമ്മയെ പോയില്ലേ, അന്വേഷിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. രവി എന്ത് പറഞ്ഞു? അമ്മയെ അന്വേഷിക്കാനൊന്നും രവിക്ക് സമയമില്ല. അവൻ പിന്നെ ഉണ്ടായപ്പോ തന്നെ ഈ വലുപ്പത്തിനാണല്ലോ ഉണ്ടായത്. ചന്ദ്രേട്ടൻ അതൊന്നും നോക്കണ്ട. അമ്മയുടെ കാര്യത്തില് മത്സരിക്കുകയും വേണ്ട. എനിക്കാരോടും മത്സരമൊന്നും ഇല്ലെന്തു. എന്തിനാ മത്സരിച്ച് മത്സരിച്ച് തോൽവികളുടെ എണ്ണം കൂട്ടുന്നത്? അമ്മയെ കണ്ട വഴക്ക് പറയാനൊന്നും നിൽക്കരുത്. അമ്മയ്ക്കേ അറിയൂ അമ്മയുടെ മനസ്സിന്റെ ആദ്യം. സ്വന്തം മോള് ഇവിടെ നിന്നപ്പോ ശാരദ അമ്മയ്ക്ക് നെഞ്ചരിഞ്ഞു. കാണാതിരിക്കാൻ വയ്യാതായി. ഇവിടെ നിന്ന് അങ്ങോട്ട് വിട്ട ഒരു കൊച്ചിനെ തിരിച്ച് ഇങ്ങോട്ട് വിട്ടപ്പം ശാരദാമ്മയ്ക്ക് ഈ നെഞ്ചിരിച്ചിലുണ്ടായിരുന്നു. അല്ല, ആരിത്? ചേച്ചിയോ? അല്ല സീതരമ്മേ, ഞാൻ... ചേച്ചി എന്താ ഇങ്ങനെ അറച്ചു നിൽക്കുന്നേ? കേറി വാ. അതോ ചേച്ചി അങ്ങോട്ട് കയറത്തില്ലയോ? ഞാൻ എന്റെ കുട്ടിമണിയൊന്ന് കാണാനായിട്ട്... കുട്ടിമണി ഇവിടെയുണ്ട്, സുഖമായിട്ടിരിക്കുന്നു. ഒരു കുഴപ്പമില്ല. കുട്ടിമണി മാത്രമല്ല, മനസ്സിനും ഉണ്ട്. പിന്നെ വയലോരം വീട്ടുകാർക്ക് വേണ്ടാത്ത സീതമോളും ഉണ്ട്. ആ ചേച്ചി വാ, വന്നേ. പോ പോ. അല്ല, ആരിത്? വയലോരം വീട്ടിലെ ശാരദാമ്മയല്ലേ? എന്താ ഈ വഴിക്കൊക്കെ? ഓ, മോളെ കാണാൻ വന്നതായിരിക്കും അല്ലേ? ആ, അതാണ് അമ്മയും അമ്മായി അമ്മയും തമ്മിലുള്ള വ്യത്യാസം. സ്വന്തം മോള് ഇവിടെ നിന്നപ്പോ ശാരദാമ്മയ്ക്ക് നെഞ്ചരിഞ്ഞു. കാണാതിരിക്കാൻ വയ്യാതായി. ഇവിടെ നിന്ന് അങ്ങോട്ട് വിട്ട ഒരു കൊച്ചിനെ തിരിച്ച് ഇങ്ങോട്ട് വിട്ടപ്പം ശാരദാമ്മയ്ക്ക് ഈ നെഞ്ചിരിച്ചിലുണ്ടായിരുന്നു. എന്തിനാ വല്യണ്ണ ആവശ്യമില്ലാത്തൊക്കെ പറയുന്നേ? വെറുതെ ചേച്ചിയെ വിഷമിപ്പിക്കാനായിട്ട്. ഒന്നും പറയണമെന്ന് വെച്ച് പറയുന്നതല്ല. കാണുമ്പോ ഓരോന്ന് മനസ്സിലോട്ട് തികട്ടി വരും, പിന്നെ അതങ്ങ് പറഞ്ഞു പോകും. സീതയെ ഞങ്ങൾക്ക് വേണ്ടഞ്ഞിട്ടൊന്നുമല്ല. അയ്യോ, സീതയോടുള്ള സ്നേഹം മാത്രം പറയല്ലേ ശാരദാമ്മ. കേൾക്കുമ്പോ ചിലപ്പോ എനിക്ക് പിന്നെയും പറയേണ്ടി വരും. വയറ്റുകണ്ണിയായ എന്റെ കൊച്ച് നിങ്ങളുടെ വീട്ടുപടിക്കൽ വന്നു നിന്ന് കണ്ണീരൊഴുക്കിയതാ. അന്നൊരു ലേലം വിളി നടത്തിയായിരുന്നല്ലോ നിങ്ങളെല്ലാരും കൂടെ വയലോരം വീടിന്റെ മുറ്റത്ത്. സീതയെ വേണോ, സീതയെ വേണ്ടായോ, സീതയെ കൊണ്ടുപോണോ, സീതയെ നിർത്തുന്നോ എന്നൊക്കെ ചോദിച്ച്. അന്ന് ശാരദാമ്മയ്ക്ക് ഒന്നും പറയാനില്ലായിരുന്നു. അന്ന് മോന്റെ പക്ഷത്തായിരുന്നു ശാരദാമ്മ. പിന്നെ തൊലിവെളുപ്പ് കൂടിയ പണക്കാരിയായിട്ടുള്ള പുത്തൻ മരുമകളുടെ പക്ഷത്ത്. അയ്യോ ഈശ്വര, അങ്ങനൊന്നും പറയല്ലേ. എനിക്ക് സീത മോളെ എന്റെ മക്കളുടെ അത്രയും തന്നെ ഇഷ്ടമാ. ചിലപ്പോ എനിക്ക് തോന്നും എന്റെ മക്കളെക്കാൾ ഇഷ്ടമാണ്. വാക്കിൽ തേൻ പുരട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ? കാര്യങ്ങളൊക്കെ പ്രവൃത്തിയിലും കൂടെ വരണ്ടേ? ഭർത്താവ് ചത്തോളെ പോലെ സീത ഇവിടെ വന്ന് നിൽക്കുന്നു. അവന്റെ കൊച്ചിനെയും വയറ്റിച്ചു വന്നുണ്ട്. ആർക്ക് ഛേദം? നിങ്ങൾക്ക് ദണ്ഡമുണ്ടോ? ഇല്ല. വയറ്റുകണ്ണിയായിട്ടുള്ള നിങ്ങളുടെ മോള് വേറൊരു വീട്ടിൽ വന്ന് നിൽക്കുമ്പോ നിങ്ങൾക്ക് ദണ്ഡം തോന്നി. അവളെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹവും തോന്നി. അതിന്റെ ശ്വാസം മുട്ടലുകൊണ്ടാ ശാരദാമ്മ ഓടിപ്പടച്ചു വന്നതെന്ന് എനിക്കറിയാം. വല്യണ്ണനൊന്നും മിണ്ടാതിരുന്നേ. വെറുതെ എന്തിനാ ചേച്ചിയുടെ മനസ്സ് വിഷമിപ്പിക്കുന്നേ? ആരുടെയും മനസ്സ് വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. നമ്മുടെ നെഞ്ചിലെ അരപ്പും നെറ്റിലും ഒക്കെ മറ്റുള്ളവരും കൂടി അറിയണമല്ലോ. ഇപ്പൊ ശാരദാമ്മ അനുഭവിക്കുന്ന അതേ വിഷമം കുറെ കാലമായിട്ട് ഞാനും നീയും അനുഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ നമ്മുടെ സീതയുടെ കാര്യത്തിൽ. പിന്നെന്താ? ഞാൻ എന്തു പറയാനാ? ഒക്കെ ബാലന്റെ തീരുമാനങ്ങളല്ലേ. എനിക്കായിട്ടൊരു തീരുമാനം എടുക്കാൻ പറ്റൂ?
എനിക്കൊറ്റയ്ക്ക് സീതയെ വീട്ടിൽ പിടിച്ചു നിർത്താൻ പറ്റുമോ? ആരും ഒരു തീരുമാനവും എടുക്കണ്ട. എന്തായാലും അവളുടെ അമ്മയും അമ്മാവനും ജീവിച്ചിരിപ്പുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ അവളെ തെരുവിലേക്ക് ഇറക്കി വിടത്തൊന്നുമില്ല. അവൾ ഇവിടെ ജീവിക്കും. പിന്നെ വയലോരം വീട്ടിൽ അത്രയും സുഭിക്ഷമായി ജീവിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. ഇവിടെ കൂട്ടാൻ ഒന്നോ രണ്ടോ കുറഞ്ഞൊന്നും വരാം. പക്ഷെ മനസമാധാനം അതെന്തായാലും വയലോരം വീട്ടിലുള്ളതിനേക്കാളും ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ സീത നന്നായിട്ട് ജീവിക്കും. സീത ആ കുഞ്ഞിനെ പ്രസവിക്കും. ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഞങ്ങൾ ആ കുഞ്ഞിനെ നന്നായി വളർത്തുകയും ചെയ്യും. പിന്നെ സീതയുടെ കൊച്ച് നിങ്ങളുടെ പഠിക്കൽ വന്ന് അവകാശവും ചോദിച്ച് പിച്ച വയ്ക്കുമെന്ന് പേടിക്കുകയൊന്നും വേണ്ട. അതിനെ റോഡിലൂടെ തെണ്ടാനായിട്ടൊരു പിച്ചപ്പാത്രം കൊടുത്ത് വിട്ടാലും വയലോരം വീട് ഒഴിവാക്കണമെന്ന് ഞങ്ങൾ പറയും. ഇനി ഞങ്ങൾ പറഞ്ഞില്ലെങ്കിൽ സീതമോള് പറഞ്ഞോളൂ. അത്രയ്ക്കും വാശിയുണ്ട് അവൾക്ക്. അവളുടെ ഭർത്താവെന്ന് പറയുന്ന ആ അത്യാഗ്രഹിയോട്.